പിന്നെ എടുത്തു പറയേണ്ട ഇതിലെ ആ ഒരു പാട്ടാണ്, ഇന്റർവെല്ലിന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു. പഴയ പടത്തിലെ നമ്മളെ എന്തായിരുന്നു പാട്ടെന്ന് അറിയാം? വെള്ളാരപ്പൂ മലമേലി പൊൻകിണ്ണം വീശി വീശി ഓണത്താറാടി വരും നീ, ഓണത്താറാടി വരും നീ. അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് അവിടെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഏരിയ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു യാത്രയിൽ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊന്ന് ബസ്സിൽ പോയി ആ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഫീലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ സിനിമ. ഈ ആദ്യം പാടിയ നദികളിൽ സുന്ദരി യമുന എന്നുള്ള സോങ്ങും അതുപോലെ തന്നെ ഈ പാട്ടും, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഫീല്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെലോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എൻ്റെ ക്ലൈമാക്സും നന്നായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എന്തൊക്കെയോ വലുത് വരാൻ പോകുന്നു തോന്നി. പക്ഷെ ഈ സിനിമക്ക് അത് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമേൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു പൊട്ടിത്തെറിയും സംഭവങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പം ഒരു സുഖം ഉണ്ടാവില്ല. എൻ്റെലോട്ട് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോംബോ കാണാനും പറ്റുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഡയറക്ടർ 2 പേരാണ്, അവർ തന്നെയാണ് ഇതിന്റെ റൈറ്റേഴ്സും. പേര് ഞാൻ ഓർക്കുന്നില്ല. വിജേഷ് പണത്തൂറും ഉണ്ണി വെല്ലോറയും. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അരുൺ മുരളീധരൻ, സ്കോർ ചെയ്തിരിക്കുന്നത് ശങ്കർ ശർമ്മയാണ്. ഇതെല്ലാം എടുത്തു പറയേണ്ട കാര്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും എടുത്തു പറയേണ്ടതാണ്, ആ ഒരു ലൊക്കേഷൻ വൈബ്. എന്തായാലും ടോട്ടൽ ടീമിന്റെ ഒരു കിടിലൻ വർക്ക് എന്ന് പറയാം. അത് തിയേറ്ററിൽ ഇതിലും കൂടുതൽ ഹിറ്റ് ആകണമായിരുന്നു. എല്ലാവരും കൂടി ഒന്ന് കണ്ട്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസൻ കുറെ സിനിമകളൊക്കെ ഇങ്ങനെ അൽക്കുലത്തായിട്ട് ഇങ്ങനെ കുറെ ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ചെയ്തപ്പോഴും ഫുള്ളി ഒരു ഇത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം വലിയ രീതിയിൽ ഹിറ്റ് ആവാഞ്ഞത്. ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. ആൻഡ് ഈ ഒരു ലിസ്റ്റിൽ, ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ഇത് ഈ പടം ഉൾക്കൊള്ളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനത് അതിന്റെ ഇടയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഈ സിനിമ കാണണമെന്ന് വിചാരിച്ചിട്ട് കണ്ടോന്നല്ല, അങ്ങനെ കുറെ മൂവീസിന്റെ ഇടയിൽ സജഷൻ വന്നതാണ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ ലിസ്റ്റിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലിടുക. നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിൽ കാണാൻ പറ്റാണ്ട് പിന്നീട് എപ്പോഴെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.